ഈ ശ്ലോകം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണേ. ഇത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കും. പ്രധാനപ്പെട്ട കഥയായ പൂതനാമോക്ഷം, അതിനുശേഷമാണ് നമ്മൾ 8-ാം അധ്യായം കണ്ടെങ്കിലും 6-ാം അധ്യായത്തിൽ പൂതനാമോക്ഷം. അപ്പൊ കൃഷ്ണൻ ജനിച്ച ഉടനെ തന്നെ കൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഏതായാലും ഗോകുലത്തിൽ യശോദാദേവിയുടെ വീട്ടിൽ തൊട്ടിൽ കിടക്കുന്ന കൃഷ്ണനെ കംസന്റെ നിയോഗപ്രകാരം കൊല്ലാൻ വരുന്ന പൂതന. അപ്പൊ കംസൻ മനസ്സിലാക്കി തന്നെ കൊല്ലാനുള്ള കുട്ടി എവിടെയോ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഒരു വലിയ ദൗത്യം കൊടുത്തു. ഈ മുനിസിപ്പാലിറ്റിക്കാർ പട്ടിയെ പിടിക്കാൻ ഉത്തരവാദിത്വം കൊടുക്കുന്ന പോലെയാണ് ഏത് കംസൻ കുട്ടികളെ കൊല്ലാൻ ചിലർക്ക് ഉത്തരവാദിത്വം കൊടുത്തത്. എനിക്ക് തോന്നുന്നു കംസന്റെ ഈ സഹോദരിമാർ ഇപ്പോഴും കേരളത്തിലുണ്ടോ എന്ന്. കാരണം ഈ കുട്ടികളെ കൊല്ലുന്ന കുറെ വർഗ്ഗം ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ, ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരാറുമുണ്ട്. അതിൽ പൂതനയാണ് കുഞ്ഞിനെ കൊല്ലാനുള്ള ദൗത്യവുമായി ആദ്യം പുറപ്പെട്ടത്. അവളാണെങ്കിൽ ഹ്യൂമൻ ബോംബ്, പണ്ട് തന്നെ മനുഷ്യന്റെ ബോംബുകൾ ഇങ്ങനെയൊക്കെയാണ്. വിഷം തൻ്റെ മുലയിലൊക്കെ പുരട്ടി കുഞ്ഞിന് പാല് കൊടുക്കുന്ന വ്യാജേന ആ വിഷം കുട്ടിക്ക് കൊടുത്ത് കുട്ടിയെ കൊല്ലുക എന്നായിരുന്നു പൂതനയുടെ ലക്ഷ്യം. ഇവള് ഗോകുലത്തിലെത്തി. കൃഷ്ണൻ തൊട്ടിൽ കിടക്കുന്നു. തൊട്ടടുത്ത തൊട്ടിലിൽ ബലരാമനുണ്ട്. ഇവൾ അങ്ങോട്ട് കാല് വെക്കുമ്പോൾ തന്നെ ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ചരാചരാത്മാ നിമീലിദക്ഷണ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് ദശമസ്കന്ധം 6-ാം അധ്യായം. ഇത്തരം ശ്ലോകങ്ങളാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടത്. 6-ാം അധ്യായത്തിൽ 8-ാമത് ശ്ലോകത്തിൽ പറയും, വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം ചരാചരാത്മാ സ നിമീലിദക്ഷണ എന്നൊരു പ്രയോഗമുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ചു നോക്കൂ നിങ്ങൾ. ചരാചരാത്മാ, ചരാചരങ്ങളുടെ ആത്മാവായ ഭഗവാൻ ആ പൂതന അങ്ങോട്ട് കയറിയപ്പോൾ എന്ത് ചെയ്തു എന്നാ പറയണത്? നിമീലിദക്ഷണ, കണ്ണുകൾ അടച്ചു എന്നാണ്. അപ്പൊ എന്തേ ഭഗവാൻ കണ്ണുകൾ അടയ്ക്കാൻ കാരണം? ചോദ്യം നമ്മളാ ചോദിക്കേണ്ടത്. അപ്പൊ നമുക്ക് പല ഉത്തരങ്ങൾ പലരും പറയും. പൂതനയാണെങ്കിൽ നല്ല സുന്ദരിയുടെ വേഷമൊക്കെ കെട്ടിയിട്ട് വന്ന് അവളുടെ ഒറിജിനൽ ഭാവം മറച്ചു വെച്ചിട്ട് ഈ വേഷമൊക്കെ അഴിച്ചു മാറ്റിയാൽ അവളുടെ സ്വഭാവം വേറെയാണ്. അവളുടെ റിയൽ രൂപത്തിലല്ല ആര് വന്നത്. അപ്പൊ അത് കാണണ്ട എന്ന് വെച്ചിട്ടാണോ കൃഷ്ണൻ കണ്ണടച്ചത്? അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ കണ്ണടച്ചു കൊണ്ടിരിക്കേണ്ടി വരും. കാരണം ആരെയും ഇപ്പൊ ഒറിജിനൽ രൂപത്തിൽ കാണാൻ ബുദ്ധിമുട്ടാണ് ഭഗവാന്. കാരണം ഭഗവാൻ അറിയും ഇതൊക്കെ ഗോദറേജും പല കമ്പനികളും ചേർന്നാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഭഗവാൻ ഗുരുവായൂരപ്പൻ മിക്കവാറും എന്ത് ചെയ്യേണ്ടി വരും? ചരാചരാത്മ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നിമീലിദക്ഷണ, കണ്ണുകൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കുമോ ഭഗവാൻ കണ്ണുകൾ അടച്ചത്? ആയിരിക്കുമോ? എന്തിനായിരിക്കും ഭഗവാൻ കണ്ണടച്ചത്? അപ്പൊ അതാണ് നമ്മൾ ഈ വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കുക. പൂതന, ആ വാക്കിന്റെ അർത്ഥമാണ് പ്രധാനം. പൂതം എന്ന സംസ്കൃത ശബ്ദത്തിനർത്ഥം പവിത്രം, പരിശുദ്ധം എന്നാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ പൂതം വെച്ചിട്ടൊരു മന്ത്രമുണ്ട് ഭഗവാന്, നാമമുണ്ട് ഒരു ഭഗവാൻ. പൂതം, വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ചൊല്ലി നോക്കൂ. വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യഭവൽ പ്രഭു ഭൂതഗത് ഭൂതബത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന പൂതാത്മ. ഏതാണ് പൂത ആത്മ? പൂതം എന്നതിന് പവിത്രം, പരിശുദ്ധം എന്നാണ് പൂതം. പൂതന എന്ന് പറഞ്ഞാൽ പരിശുദ്ധമല്ലാത്തത്, പവിത്രമല്ലാത്തത് എന്നർത്ഥെടുക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഭഗവാൻ കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പവിത്രമല്ലാത്ത പൂതനയെ കണ്ട് ഭഗവാൻ കണ്ണടച്ചു. അപ്പൊ ഭഗവാൻ എപ്പോഴാ കണ്ണു തുറക്കുക? പവിത്രമായതിലേക്ക് ഭഗവാൻ കണ്ണു തുറക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, കൂട്ടിച്ചോർത്ത് വായിക്കുക നിങ്ങൾ. ഇപ്പോൾ നമ്മൾ പവിത്രമല്ലാത്ത വാസനയിൽ കുരുങ്ങിക്കിടക്കുന്നതാണ് നമ്മുടെ മനസ്സ്.
മനസ്സും വാസനയും എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലാസിനകത്ത്, കുപ്പിയുടെ ഗ്ലാസിനകത്ത് ചുവന്നതോ അല്ലെങ്കിൽ മഞ്ഞ നിറയോ ഏതെങ്കിലും ഒരു വെള്ളം ഒഴിച്ചാൽ, കളർ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ആ ഗ്ലാസിന്റെ നിറം ഏതാണ്? ചുവപ്പാണെന്നുള്ളതാണ്, അല്ലേ? എന്നാൽ വാസ്തവത്തിൽ ഗ്ലാസിനും നിറത്തിനും തമ്മിൽ അവർക്ക് പറയൂ ഒരു ബന്ധവുമില്ല. ഇപ്പൊ നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, വൈറ്റ് ക്ലോത്ത് ആണത്. പിന്നീടാണ് അതിൽ പലതരത്തിലുള്ള ഡൈകൾ ചെയ്ത് കളറാക്കുക, ആണോ? ഇതിനെ കംപ്ലീറ്റ് ബ്ലീച്ച് ചെയ്താൽ, ഇതിന് പൂർണ്ണമായിട്ട് ബ്ലീച്ച് ചെയ്താൽ പിന്നെ എന്തായിരിക്കും ഇതിന്റെ കളറ്? വൈറ്റ് തന്നെയാണ്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ കളറുകളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ആ വൈറ്റിനെ വീണ്ടും നമുക്ക് കളറിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കും എന്നർത്ഥമെടുക്കുക. മനസ്സിലാവുണ്ടോ? ഇതുപോലെയാണ് മനസ്സും വാസനയും. അനുഷ്ഠാനം എന്ന ബ്ലീച്ചിങ് കൊണ്ട് മനസ്സിനെ വാസനയിൽ നിന്നും എന്ത് ചെയ്യാം? അപ്പൊ അടിസ്ഥാനമായി നമ്മൾ ആരും ദുഃഖികളോ ദുരിതമുള്ളവരോ അല്ല. പിന്നെന്താണ് ഈ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മളെ അലട്ടുന്നത്? കാരണം വാസനകളുമായി, മനസ്സിലെ ഈ ദുർബല ചിന്തകളുമായി, ടെൻഷനുമായി, സ്ട്രെസ്സുമായി, വേണ്ടാത്ത ചിന്തകളുമായി നമ്മുടെ മനസ്സങ്ങനെ പിരിമുറുക്കത്തിലിരിക്കുകയാണ്, കെട്ടിപ്പിണഞ്ഞിരിക്കുകയാണ്, അല്ലേ? ഈ കെട്ടിപ്പിണക്കത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ കെട്ടുബന്ധങ്ങളിൽ നിന്നും മനസ്സിനെ എന്ത് ചെയ്യണം? അതിനെ അങ്ങോട്ട് വേർപ്പെടുത്തിയെടുക്കുക. ഈ വേർപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതത്തിൽ നിന്ന് മുക്തരാവുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ആരുടെ നേരെയാണ് ഭഗവാൻ കണ്ണു തുറക്കുക? ഭഗവാൻ കണ്ണു തുറക്കുന്നത് ആരാണോ തൻ്റെ മനസ്സിനെ നിരന്തരമായ പരിശീലനത്തിലൂടെ ആ ബന്ധനങ്ങളിൽ നിന്നും വേർപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അവരുടെ നേരെ ഭഗവാൻ കണ്ണ് ഉറക്കെ പറയൂ തുറക്കുള്ളൂ. അല്ലാത്തവരൊക്കെ വെറുതെ തൊഴുതു പോവാം എന്ന് മാത്രം. ശരിക്കും കണ്ണു തുറക്കുക അവരുടെ നേരെയാണ്. ഗീതയിൽ 9-ാം അധ്യായത്തിൽ 27-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു താൻ ആരുടെ നേരെയാണ് കണ്ണു തുറക്കുക. ഗീതയിൽ 9-ാം അധ്യായം 27-ാമത്തെ ശ്ലോകമായിരിക്കണം. സമൂഹം സർവഭൂതേഷു 27-നെയാണോ? 29-ആണോ? 29? 27-ആണോ? 29. സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയ യേ ഭജന്തി തു മാം ഭക്ത്യാ മൈതേ തേഷു ചാപ്യഹം എന്ന ശ്ലോകം. ഭഗവാൻ പറയുന്നു, സത്യത്തിൽ എനിക്ക് ആരോടും നമേ ദ്വേഷം നമേ പ്രിയം നാസ്തി. ആരോടും പ്രത്യേകിച്ച് എനിക്ക് ദേഷ്യമോ ആരോടും എനിക്ക് ഉറക്കെ പറയൂ പ്രിയവുമില്ല. എന്നാൽ പിന്നെ ഞാൻ ചിലവരുടെ നേരെ കണ്ണടയ്ക്കുന്നു, ചിലവരുടെ നേരെ കണ്ണ് തുറക്കുന്നു എന്നൊക്കെയാണല്ലോ. ശരിയാണ്. ഏ ഭജന്തി തു മാം ഭക്തിയാ, ആരാണോ ഭക്തിയോടെ എന്നെ, ഉറക്കെ കേൾക്കണം, ആരാണോ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നത്, നോക്കൂ ആവർത്തിക്കുകയാണ് ആ വാക്ക്, ആ ഭജിക്കുന്നവരുടെ നേരെ ഞാൻ കണ്ണു തുറക്കും. അഹം തേഷു, അവരെന്നിലും ഞാൻ അവരിലുമാണ്. അപ്പം വെറുതെ നാമജപമില്ലാതെ തൊഴുതുപോയത് കൊണ്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ നോക്കൂ, അങ്ങനെ തൊഴുതുപോയത് കൊണ്ട് ഭഗവാൻ ഒരിക്കലും കണ്ണ് ഉറക്കെ പറയൂ തുറക്കില്ല. എന്തുകൊണ്ട് തുറക്കുന്നില്ല? കാരണം മനുഷ്യന്റെ മനസ്സ് അവന്റെ ദുർബലതകളോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഭഗവാൻ കണ്ണു തുറന്നിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ അതിൽ കുരുങ്ങി കിടക്കാണ്. നേരെ മറിച്ച് നിങ്ങൾ നിരന്തരം പരിശീലനം ചെയ്യുന്നവരാണെങ്കിൽ ഭഗവാൻ കണ്ണു തുറക്കും. കാരണം നിങ്ങൾ ക്രമേണ ബന്ധനത്തിൽ നിന്നും
മുക്തരായി അവസാനം നിങ്ങളെ ആരിലേക്കെത്തും? ഭഗവാനിലേക്കെത്തും. അതുകൊണ്ടാണ് ഭഗവാൻ വെറുതെ തൊഴുതു പോകരുത് എന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ ഈ കാര്യം ഉൾക്കൊണ്ടാൽ പിന്നെ നിങ്ങൾക്ക് വെറുതെ തൊഴുതു പോകാൻ തോന്നില്ല. ഞാൻ ഭാഗവതത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ബ്ലൈൻഡ് ബിലീഫില്ല. സത്യത്തിൽ ഈ ഭാഗവതം തന്നൊരു ഉറപ്പാണത്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 84-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകം, അതെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അമ്പലങ്ങളുടെ മുന്നിലൊന്ന് എഴുതി വെക്കണമെന്ന്. പക്ഷെ ദേവസ്വം ബോർഡുകൾ സമ്മതിക്കില്ല. കാരണം അവരുടെ വരുമാനത്തെ അത് കാര്യമായി ബാധിച്ചു കളയും. ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിൽ 84-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കാണാൻ വന്ന വേദവ്യാസ മഹർഷി, നാരദ മഹർഷി, ദുർവാസ മഹർഷി, നിരവധി മഹർഷിവര്യന്മാര് അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. പറയും, സാധുക്കളോട്, മഹാന്മാരോട് സംസാരിക്കുമ്പോഴാണ് ഭഗവാൻ ഈ ടോപ്പിക് കൊണ്ടുവരുന്നത്. ഭഗവാൻ പറയുന്നു, യസ്യാത്മബുദ്ധി കുണപേത്രിതാദുകേ സ്വദീ കളത്രാദിഷു ഭൗമയിജ്യതി. ഈ ശ്ലോകം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണേ. ഇത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കും. യസ്യാത്മബുദ്ധി കുണപേത്രിതാദുകേ സ്വദീ കളത്രാദിഷു ഭൗമയിജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കരീജിൽ ജനേഷു അഭിജ്ഞേഷു. എന്താണ്? ജനേഷു അഭിജ്ഞേഷു സ ഏവ ഘോകരാണ്. അർത്ഥം ഇതാണ്. യസ്യ ബുദ്ധി, ആരുടെ ബുദ്ധിയാണോ, ആരുടെ മനസ്സാണോ, കുണപം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. ഈ ശരീരത്തിനെ കുണപം എന്ന് വിളിക്കും, ശവം എന്ന് പറയും. ഈ ശവമാവാൻ പോകുന്ന ഈ ശരീരത്തിൽ മനസ്സ് വെച്ച്, അതായത് താൻ ഒരു ആണോ പെണ്ണോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ എന്നൊക്കെ രീതിയിൽ മാത്രം കരുതി, അതായത് താൻ ഈ ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് എന്താ ചെയ്യുന്നത്? സ്വദീ കളത്രാദിഷു ഭൗമ ഈ ജതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ ഭാര്യ, മക്കള്, കുടുംബം, ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തീർത്ഥബുദ്ധി എവിടെ പോകുന്നു? അമ്പലങ്ങളിലൊക്കെ പോകുന്നു. അപ്പൊ താൻ ഒരു ശരീരത്തിന്റെ ഭാഗമാണെന്ന് കരുതി ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ അച്ഛനോ ഈ പ്രാരബ്ധങ്ങളൊക്കെ വെച്ചുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും സ്വത്തിനും പണത്തിനും വീടിനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാനായി എവിടെ പോണു? തീർത്ഥബുദ്ധി. തീർത്ഥബുദ്ധി പറഞ്ഞാൽ തീർത്ഥസ്ഥലങ്ങളിൽ. തീർത്ഥസ്ഥലം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനായി പോകുന്നു. എവിടെ പോകുന്നില്ല? ജനേഷു അഭിജ്ഞേഷു, അഭിജ്ഞന്മാരായ മഹാന്മാരിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അന്ധമായ ഒരു പ്രാർത്ഥനയും കൊണ്ട് അങ്ങനെ പോകുന്ന ആളുകൾ, തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നവര് സ ഏവ ഘോകര, അവരാണ് കഴുതകൾ എന്നാണ് പറയുന്നത്. അമ്പലത്തിൽ പോകുന്നവരെ കഴുത എന്ന് വിളിച്ച അവതാരമൂർത്തിയാണ് കൃഷ്ണൻ. അതെനിക്ക് വലിയൊരു ഞെട്ടലുണ്ടാക്കിയൊരു ശ്ലോകമാണത്. അമ്പലത്തിൽ പോകുന്നവരെ കൃഷ്ണൻ തന്നെ കഴുത എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങൾ എങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അങ്ങനെ ശ്ലോകം ഭാഗവതത്തിലുണ്ടെന്ന്? നിങ്ങൾ നോക്കൂ, ഇതിന്റെ വ്യാഖ്യാനം എടുത്തു നോക്കൂ നിങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ഭക്തനെ ഭഗവാൻ പറയൂ കഴുത എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ ശ്ലോകം അമ്പലത്തിന്റെ മുന്നിൽ എഴുതി വെച്ചാൽ അർത്ഥം അറിയാതെ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ഒരുവിധം പൊട്ടനൊന്നത് മനസ്സിലാവില്ല. ഇതിന്റെ അർത്ഥസഹിതം അവിടെ എഴുതി വെച്ചാൽ അമ്പലത്തിലെ അവസ്ഥ എന്തായിരിക്കും? സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ വരികളാണത്. എൻ്റെ ഒരു തരത്തിലുള്ള ഞാനതിനൊന്ന് മലയാളത്തിലാക്കി എന്നല്ലാതെ നിങ്ങൾ അതിൻ്റെ അർത്ഥം എടുത്ത് നോക്കൂ. പണ്ഡിറ്റ് ഗോപാലൻ നായരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നാം അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല,
അമ്പലത്തിൽ പോകുന്നത് ഭജന്തിതുമാം ഭക്തിയ. നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ കിട്ടുന്ന സമയം കൊണ്ട് ആ അന്തരീക്ഷത്തെ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ മനസ്സിനെ എത്ര കണ്ട് നാമത്തിലേക്ക് ഉയർത്തി, ഒരു അനന്യ ചിന്തയില്ലാതെ നാമത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് മനോബലം നേടണം, എങ്കിലേ എനിക്ക് വാസനയുടെ പിടിയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുള്ളൂ, എങ്കിലേ എനിക്ക് ഗുരുവായൂരപ്പനോട് കൂടി ചേരാൻ പറ്റുള്ളൂ. കാരണം ഞാനും ഗുരുവായൂരപ്പനും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഭഗവാൻ അതാ പറയുന്നത്, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ? വീണ്ടും ഒരു ശ്ലോകം കൂടി നോക്കാം. ആവർത്തനമാണ്. 10-60-53 10ാമത് സ്കന്ധം 60ാമത് അധ്യായം. ഇതും ബൈഹാർട്ട് പഠിക്കുന്നത് ഉത്തമമാണ്. 10ാം സ്കന്ധം 60ാമത് അധ്യായം 53ാമത് ശ്ലോകം. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി രുക്മിണീ ദേവിയോട് സംവദിക്കുമ്പോൾ പറയുന്ന ശ്ലോകമാണ്. രുക്മിണീ ദേവിയും കൃഷ്ണനും തമ്മിലൊരു, അത് നാളെ നമ്മൾ പറയും. കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഭാര്യയ്ക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തത് ഗുരുവായൂരപ്പനാ. രുക്മിണീ ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കും കൃഷ്ണൻ. അങ്ങനെ ഒരു ഡൈവേഴ്സ് കേസ് നാളെ നമ്മൾ ഡീൽ ചെയ്യും. കൃഷ്ണൻ ആർക്ക് ഡൈവേഴ്സ് നോട്ടീസ്? ആർക്ക്? രുക്മിണീ ദേവിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്. രുക്മിണീ ദേവിക്ക് കൃഷ്ണൻ ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കും. അതിന് രുക്മിണീ ദേവി വക്കീലില്ലാതെ മറുപടി കൊടുക്കും. ആ മറുപടി കേട്ടിട്ട് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടിയാണ്, അതാണ് ഈ 60ാമത്തെ അധ്യായത്തിൽ 53ാം ശ്ലോകം. അത് രുക്മിണീ ദേവിക്ക് കൊടുക്കുന്ന മറുപടിയാണ്. കൃഷ്ണൻ അത് കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കും. പറയുന്ന മറുപടിയാണ്, മാം പ്രാപ്യ മാനിനി അപവൃക്ക സമ്പദം വാഞ്ചന്തി സത്പദയേവ സത്പദിം സമ്പദയേവ സത്പദിം തേ മന്ദഭാഗ്യാനിരയേബിയേ നണം മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമ എന്നാണ് ശ്ലോകം. ആ മാം പ്രാപ്യ, അത് അടിവരയിടൂ. എപ്പോഴും ഓർക്കുക, മാം പ്രാപ്യ, മാം എന്നെ പ്രാപിക്കാനാണ് നിങ്ങൾ വന്നത്. എന്നോട് പ്രാർത്ഥിക്കാനല്ല വന്നത്, എന്നിലേക്ക് എത്തിച്ചേരാനാണ്, എന്നിലേക്ക് അലിഞ്ഞു ചേരാനാണ്. കാരണം ആത്യന്തികമായി ഞാനും നിങ്ങളും ഒന്നെന്ന് പഠിപ്പിക്കുന്ന കൃഷ്ണൻ. അതറിയാതെ നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് വാഞ്ചതി, ചമ്മന്തി നമുക്ക് മനസ്സിലാവും. വാഞ്ചതി എന്ന് പറഞ്ഞാൽ എന്താണ്? വാഞ്ചതി ചോദിക്കുക, ആവശ്യപ്പെടുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. എന്താ വേണ്ടത്? സമ്പത്ത്, സത്പതിം, നല്ലൊരു ഭർത്താവോ അല്ലെങ്കിൽ ഉള്ള ഭർത്താവ് നന്നാവനോ, മക്കളോ, അങ്ങനെയൊക്കെയുള്ള ലൗകികമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാൻ വേണ്ടി എൻ്റെ മുന്നിൽ വന്ന് പറയൂ, പ്രാർത്ഥിക്കുന്നവര് മന്ദഭാഗ്യ എന്നാണ്. ഭാഗ്യം കെട്ടവരാണ്, ഭാഗ്യമില്ലാതെ പോയവരാണ്. കാരണം എൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ച സമയം കളഞ്ഞ് വെറുതെ ജീവിതം തൊലയ്ക്കരുത്. നിങ്ങളിവിടെ വന്നത് പ്രാർത്ഥിക്കാനല്ല, നിങ്ങൾ വന്നത് എന്നെ പ്രാപിക്കാനാണ് എന്ന് കൃഷ്ണൻ എത്ര ഒരു അടിവരയിട്ടിട്ടാണ് പറയുന്നത്. ഇതാരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും നമ്മുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടോ? പറയൂ. നമ്മുടെ ധാരണ എന്താണ്? ഇതൊക്കെ പ്രാർത്ഥിച്ച അവസാനം കൃഷ്ണൻ മോക്ഷം കൂടി തരുന്നതാണ്. കൃഷ്ണൻ എന്താ ആമസോണിലാണോ വർക്ക് ചെയ്യുന്നത്? ഓർഡർ ചെയ്യുന്നതൊക്കെ ഇങ്ങോട്ട് തരാൻ വേണ്ടിയിട്ട്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കൃഷ്ണനെ കണ്ടത്. ഇങ്ങനെയുള്ളൊരു കൃഷ്ണനല്ല ഭാഗവതം അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് പൂതന മോക്ഷം എന്നാൽ പൂതന എന്ന് പറയുന്നത് വാസനകളിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെയാണ്. അവളുടെ വിഷം എന്ന് പറയുന്നത് കാമത്തിൻ്റെയാണ്. കാമവും ക്രോധവും, ഇത് രണ്ടാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പാപങ്ങളെന്ന്, ഇത് വിഷമെന്ന് ഗീതയിലെ 3ാം അധ്യായത്തില് കൃഷ്ണൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഗീതയും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. അർജുനൻ ചോദിക്കുന്നുണ്ട്, അവിടെ 33, എനിക്ക് കൃത്യം നമ്പർ ഓർമ്മ വരുന്നില്ല, നോക്കിയാൽ അറിയാം.
അതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചൻ അഭിഭാഷ്ണീയ. 34 36 സോറി 36 ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, അതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചൻ അഭിഭാഷ്ണേയ ബലാദിവ നിയോജിത. ഹേ കൃഷ്ണ, പാപം ചെയ്യണം, തളരണം എന്ന് വിചാരിച്ചിട്ടല്ല ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ പല അനുഭവങ്ങളും നമ്മളെ തളർത്തുന്നു, വേദനിപ്പിക്കുന്നു, അസ്വസ്ഥരാക്കുന്നു, അല്ലേ? ആരും പ്രതീക്ഷിച്ചിട്ടല്ല ജീവിതത്തിൽ ദുരിതങ്ങൾ വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ ആരാ തളരാത്തത്? ഒരു സുപ്രഭാതത്തിൽ കൂടെയുള്ളവർ കൂടെ ഇല്ല എന്നറിയുമ്പോൾ ആരാ തളരാത്തത്? എല്ലാം നഷ്ടപ്പെട്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ വയനാട്ടിൽ പ്രോഗ്രാമിന് പോയപ്പം, മാനന്തവാടി പോയപ്പം ഒരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ കാൽക്കലൊക്കെ വീണു, സ്വാമി അനുഗ്രഹിക്കണമെന്ന്. നമ്മളെന്താ വിചാരിക്കുക? സാധാരണ. പിന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന അമ്മ പറയുന്നത്, 9 അംഗങ്ങളുള്ള വീട്ടിൽ ഇവൻ മാത്രമേ ഉള്ളൂ എന്ന്, 8 പോയി എന്ന്. കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ പെട്ടുപോയ സഹോദരി കരഞ്ഞുകൊണ്ട് മണ്ണിൽ പൊതഞ്ഞു പോകുമ്പോൾ ആ കാണുന്ന കാഴ്ചകളൊക്കെ ഇവൻ്റെ ഉള്ളിൽ മറക്കാൻ പറ്റുന്നില്ല. മണ്ണിനടിയിലേക്ക് പോകുന്ന അച്ഛൻ ഇതെല്ലാം കണ്ടിട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു പയ്യനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കെ, എങ്ങനെ എന്താ പറയുക എന്നുള്ളത്. എന്താ പറയുക അവരോട്? വയനാടിൻ്റെ ദുരന്തം അറിയാലോ നിങ്ങൾക്ക്. ഒരു നിമിഷം എന്താ പറയുക? ഒന്ന് ചിന്തിക്കൂ നിങ്ങൾ. വല്ലതും പറയാൻ പറ്റുമോ? എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ, അതും മരണം എന്നത് ചില്ലറയല്ല. ജീവിക്കാൻ കൊതിയുള്ളവര്, ജീവിച്ച് കൊതി തീരാത്തവര് വെള്ളത്തിൻ്റെ ചളിയുടെ ഉള്ളിൽപ്പെട്ട് ജീവൻ പോവാതെ പെടഞ്ഞ് കരയുകയാണ് ജീവൻ രക്ഷിക്കാൻ. എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വയം നഷ്ടപ്പെടും. മനസ്സിലാവുണ്ടോ? അപ്പൊ അതാണ് ജീവിതം. പലരും പല ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും കാണുന്നു. ആണോ അല്ലയോ? പലരും പല രീതിയിൽ. ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾ, ബോംബെയിൽ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരാളെ എടുത്തുകൊണ്ടുപോയി, ഒരു കാരണവരെ. ഒരു മകൻ IIT കഴിഞ്ഞ മകനും ഒരു മകൻ ലോയറുമാണ്. ആർക്കും വേണ്ടാതെ വീട്ടിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ തെരുവിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആർക്കും വേണ്ട അവർക്കൊന്നും. അപ്പം ആളെ എടുത്തിട്ട് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്നൊരു, ആർക്ക് കാര്യങ്ങളും വായിച്ചു അറിയില്ല, പത്രത്തിലെ വാർത്ത, നാഷണൽ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത. ആലോചിച്ച് നോക്കൂ, ഇത്രയും വിദ്യാഭ്യാസമുള്ള മക്കള് സ്വപ്നം വിചാരിച്ചിട്ടുണ്ടാവുമോ? സമയം മുഴുവൻ ചെലവഴിച്ച് ഇല്ലാത്ത പണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് IIT-യിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, എത്ര പൈസ വേണം? പക്ഷെ അവസാനം താൻ റോട്ടിലേക്കാണെന്ന് എന്തെങ്കിലും സ്വപ്നം കാണുന്നുണ്ടാവും? പറയൂ. അപ്പം മനുഷ്യന്റെ ഗതിവിഗതികൾ ആർക്കും അറിയില്ല. കൃഷ്ണൻ എങ്ങനെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? തൻ്റെ മക്കളുടെ കൈകൊണ്ട്, അല്ലെങ്കിൽ അവർ വരുത്തിക്കൂട്ടുന്ന ശാപം കൊണ്ടുണ്ടായ അസ്ത്രം കൊണ്ടാണ് എൻ്റെ അന്ത്യം എന്ന് കൃഷ്ണൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? കൃഷ്ണന്റെ കാലിൽ തറയ്ക്കുന്ന അസ്ത്രം, അത് കൃഷ്ണന്റെ മക്കൾ തന്നെ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. കഥകളൊക്കെ നാളെ നമ്മൾ കാണും. കൃഷ്ണൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? അത് രാമൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? തൻ്റെ ഗർഭിണിയായ സീതയെ ആശ്രമത്തിൽ കൊണ്ടാക്കണമെന്നും ആ കുഞ്ഞുങ്ങളെ കാണാൻ പോലും തനിക്ക് നിയോഗം ഉണ്ടാവില്ല കുട്ടിക്കാലത്ത്. രാമൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ഗതിവിഗതികളിലൂടെ, കർമ്മ ചക്രങ്ങളിലൂടെ കടന്നു പോകണം. പക്ഷെ ഇവിടെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഭാഗവതം നമുക്ക് തരുന്ന ഒരു ഉൾക്കരുത്ത്. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് തരുന്ന ഒരു മനോബലം എന്താണ് എന്ന് ചോദിച്ചാൽ, എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും നിരന്തര സാധന ഒരിക്കലും മുടക്കരുത്. പൂതനയിൽ നിന്നും പൂതാത്മാവിലേക്കുള്ള യാത്രയാണ് പൂതന മോക്ഷം. ഇത്രയും പറയുന്നുള്ളൂ. എന്താ പറഞ്ഞത്? പൂതന മനസ്സിൽ നിന്നും പൂതാത്മാവിലേക്കുള്ള ഒരു യാത്രയാണ്, തീർത്ഥയാത്രയാണ്, ഒരു പ്രയത്നമാണ്
പരിശീലനമാണ്, അഭ്യാസമാണ് പൂതന മോക്ഷം. ഇതൊരു പെണ്ണിൻ്റെ കഥയോ അവള് മലയിൽ വിഷം പുലർത്തി കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചൊരു കഥയായിട്ട് മാത്രം കാണരുത്. പിന്നെ എന്തിനാണ് ഈ മുലയിൽ വിഷം പുരട്ടി എന്നൊക്കെ പറയുന്നത്? അതാണ് ഗീതയിലെ ആ ചോദ്യം, കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ. നമ്മളൊക്കെ പാപം ചെയ്തു പോകുന്നു. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനെ തളർത്തുന്നതാണ് പാപം. മനസ്സിനെ തളരാൻ അനുവദിക്കുന്നതാണ് പാപം. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഒരു പാപികളാണ്. എന്താണ് പാപികൾ എന്ന് വിളിക്കാൻ കാരണം വെച്ചാൽ, എപ്പോൾ മനസ്സ് തളരും എന്ന് നമുക്ക് ആർക്കും അറിയില്ല. തളർത്തുന്നതിലാണ് പിടിച്ചിരിക്കുന്നത്. തളർത്താൻ സാധ്യതയുള്ളതിലാണ് നമ്മൾ മുറുകെ നമ്മൾ അറിയില്ല. നമുക്കിപ്പോൾ അത് മനസ്സിലാവുന്നില്ല. അതാണ് ഈ മായയുടെ ബലം കൊണ്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ ധാരണ ഇതൊക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, സ്ട്രോങ് ആണെന്നാണ്. ഒരു പക്ഷി ഒരു പരുന്ത് താഴെ വന്നിരിക്കുമ്പോൾ, ഒരു മരത്തിന്റെ ശാഖയിൽ വന്നിരിക്കുമ്പോൾ, കൊമ്പിൽ വന്നിരിക്കുമ്പോൾ, ആ പക്ഷിയുടെ ധാരണ അതൊരു സേഫാണ്, സുരക്ഷിതാണ്, ഒക്കെയാണെന്നുള്ളത് അല്ലേ? അതുകൊണ്ടല്ലേ അത് വന്നിരിക്കുന്നത്. മണിക്കൂറുകളോളം അന്തരീക്ഷത്തിൽ പരുന്ത് വട്ടമിട്ട് പറന്ന് അവസാനം ഒന്ന് വിശ്രമിക്കാനായിട്ട് താഴെ ഒരു കൊമ്പിൽ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെങ്ങിന്റെ ഉണക്ക ഓലയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയല്ലേ, എന്ത് വന്നിരുന്നതും വീണു, ഓല വീണു. ഇന്ന് വരെ ഒരു പക്ഷിയും ഓലയോടൊപ്പം താഴെ വീണിട്ടില്ല. നമ്മളും ഇതുപോലെ പലതിലും ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ബന്ധങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വസ്തുക്കളിൽ പലതിലും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടാൽ ആത്മഹത്യ, പണം നഷ്ടപ്പെട്ടാൽ ആത്മഹത്യ, മനസ്സിലായില്ലേ? ബിസിനസ് നഷ്ടപ്പെട്ടാൽ അതിലൊക്കെയാണ് മനസ്സ് പിടിച്ചു നിൽക്കുന്നത്. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതം അതോടുകൂടി തകർന്നുപോയി. ആണോ അല്ലയോ? മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരില്ലേ? കരത്താകാനുള്ള കഴിവില്ല. ഈ തരത്തിൽ നമ്മൾ പലതിലും ഇരിക്കുമ്പോൾ ഓർക്കണം, ഇരിക്കുന്നതൊന്നും നമ്മുടെ കൂടെ എന്നും സുരക്ഷിതമായി ഉള്ളതല്ല. ഇത് പ്രാരബ്ധത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്, കാലചക്രത്തിൽപ്പെട്ടതാണ്. അത് നമുക്ക് പിടിച്ചു നിർത്താൻ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും പറ്റില്ല. കാരണം കാലചക്രത്തിന്റെ ഗതികൾ മാറ്റാൻ അവതാര പുരുഷന്മാർക്ക് പോലും പറയൂ സാധിച്ചിട്ടില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? എന്തേ ഇങ്ങനെ സംഭവിച്ചത്? എന്തേ ഞാൻ ഇത്രയും കാലം ഗുരുവായൂരമ്പലത്തില് മാസം അക്കൗണ്ട് കൊടുക്കുന്നതാണല്ലോ, ഗുരുവായൂരപ്പൻ എന്തേ എൻ്റെ നേരെ കണ്ണു തുറക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ പറ്റിയിട്ടില്ലേ? പിന്നെ ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കൃഷ്ണന്റെ തന്നെ സഹോദരിയുടെ പുത്രൻ അഭിമന്യു യുദ്ധക്കളത്തിൽ മരിക്കുമ്പോൾ കൃഷ്ണൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഭദ്രയുടെ പുത്രൻ മരിക്കുന്നത്, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അർജുനന്റെ പുത്രൻ മരിക്കുന്നത്. ഈ ഗുരുവായൂരപ്പന്റെ മുന്നിൽ പൂന്താനം എത്ര വലിയ ഭക്തനായിരുന്നു. ഒരേ ഒരു ഉണ്ണി നഷ്ടപ്പെട്ടു പോയ പൂന്താനത്തിന്റെ കഥ നമുക്കറിയില്ലേ? അറിയാത്തതാണോ? പറയൂ. എന്തേ ഗുരുവായൂരപ്പൻ ഇത്രയും തൻ്റെ ഭക്തനെ മാറോട് ചേർത്ത് വെക്കുന്ന ഒരു ഭക്തന്റെ ഒരു പുത്രനെ ഭഗവാൻ എന്തിനാ പിന്നെ ഭഗവാൻ എന്തേ കൊടുക്കായിരുന്നില്ലേ? ഇതൊക്കെ എന്താ നമ്മൾ ഉൾക്കൊള്ളാത്തത്? അല്ലേ? ആണോ അല്ലയോ? മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? കേറുന്നുണ്ടോ തലയിൽ? മനസ്സിലാവുണ്ടോ? ഞാൻ നിങ്ങളെ സെന്റിമെന്റ് ആക്കല്ല. ദിസ് എ ട്രൂത്ത് ഐ ആം ടോക്കിംഗ് അബൌട്ട്. ഒരു ഭഗവാനും ഇതൊന്നും പിടിച്ചു നിർത്താൻ പറയൂ. ആ ബോധ്യം ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പിടിച്ചതൊന്നും ഭഗവാൻ പിടിച്ചു നിർത്തില്ല എന്നൊരു ബോധം ഉണ്ടോ? ഒന്നുകൂടി പറയാം, ഞാൻ പിടിച്ചതൊന്നും ഭഗവാൻ പിടിച്ചു നിർത്തില്ല. കാരണം ഇതൊക്കെ കാലത്തിന്റെ ചക്രത്തിൽ പോകുന്നതാണ്. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? ഞാൻ ഭഗവാനെ തന്നെ പിടിക്കാൻ ശ്രമിക്കേ വഴിയുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? അതാണ് പറയുന്നത്. അപ്പൊ അടുത്തതിന് ഉത്തരം പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഞാൻ ഗീതയിലെ 38 ശ്ലോക പറഞ്ഞത് 36 അല്ലേ? 36. അവിടെ 38 ശ്ലോകം ശ്രീ ഭഗവാൻ വാച അല്ലേ? ഭഗവാൻ പറയുന്നത് എത്രാമത്തെ അത് അറിയില്ല. 37. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവാന.
മഹാശനോ മഹാപാത്മ വിദ്യേനം ഇഹ വൈരിണം. എന്താ പറയുന്നത്? കാമയേഷ ക്രോധയേഷ. കാമവും ക്രോധവും. കാമം എന്നാൽ അർത്ഥം ഒരു സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള വികാരമല്ല അവിടെ. കാമം എന്ന് പറഞ്ഞാൽ അമിതമായ ഒട്ടൽ എന്നർത്ഥം. ക്രോധം എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചതൊക്കെ വിട്ടുപോകുമ്പോൾ, കൈവിട്ടു പോകുമ്പോഴുള്ള പ്രതിഷേധം, റിയാക്ഷൻസ്, ഫ്രസ്ട്രേഷൻസ്, നിങ്ങളുടെ ഡിപ്രഷൻസ്. സത്യല്ലേ? എവിടെ കാമമുണ്ടോ ക്രോധം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണത്. അത് കോൺട്രഡിക്ഷൻ അല്ല, കോംപ്ലിമെൻ്റ് ആണ്. ഒന്നുണ്ടോ മറ്റതുണ്ട്. അത് രണ്ടും ഒരേ ലൈനിൽ പോകുന്നതാണ്. കാമമുണ്ടെങ്കിൽ അവർക്ക് പറയൂ ക്രോധമുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതം നമുക്ക് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, ഈ കൊച്ചു കുട്ടികളുണ്ടല്ലോ, അമ്മമാരിങ്ങനെ തോളിലെടുത്ത് വാവാവോ വാവാവോ എന്നൊക്കെ പറഞ്ഞ് ഉറക്കി 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 ആ ഉറക്കം ഡിസ്റ്റേബ്ഡ് ആവാതെ അതിനെ എന്ത് ചെയ്യും? താഴെ ഒന്നുകിൽ തൊട്ടിലോ അല്ലെങ്കിൽ കിടക്കയിലൊക്കെ കടത്തുന്ന പോലെ. മനസ്സിലായില്ലേ? ഇതുപോലെ ഭഗവാൻ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ തട്ടി 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 ഭഗവാന്റെ നാമത്തിലേക്ക് അതിനെ തിരിച്ചുവിടാൻ നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? പറയാതെ ആ മനസ്സ് ആരിലേക്ക് ഒഴുകണം? ആരിലേക്ക് ഒഴുകണം? ഭഗവാനിലേക്ക് തിരിച്ചു വിടണം. ഇതാണ് ഈ പൂതന മോക്ഷം എന്നൊരു കഥ. അപ്പം എന്താ പൂതന മോക്ഷം? പൂതന മനസ്സിനെ പൂതാത്മാവിലേക്ക് തിരിച്ചുവിടുന്ന ആ ഒരു എന്താണ് സാധന പറഞ്ഞു തരുന്ന കഥയാണ് പൂതന മോക്ഷം. ഇതെവിടെയാ സംഭവിക്കേണ്ടത്? എവിടെയാ സംഭവിക്കേണ്ടത്? പൂതനയിലാണോ? നമ്മളിലാണ്. അപ്പൊ ഭഗവാൻ എന്തിനാ കണ്ണടയ്ക്കുന്നത്? ഇരിക്കുന്നിടത്തോളം കാലം ഭഗവാൻ കണ്ണു തുറന്നിട്ടും കാര്യമില്ല. കണ്ണടക്കിയാണ് ഭഗവാൻ. കാരണം നിങ്ങൾ പിടുത്തം വിടുന്നില്ല. എന്നാൽ എന്ന് നിങ്ങൾ നാമത്തിൽ മുഴുകുന്നുണ്ടോ അപ്പൊ ഭഗവാൻ കണ്ണു തുറക്കും. കാരണം നിങ്ങൾ ഭഗവാനോട് കൂടുതൽ അടുക്കുന്നു, നിങ്ങൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ നേരെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യും. നിങ്ങളുടെ നേരെ അല്ല വരുന്നെങ്കിലോ എന്താ ഒന്നും മിണ്ടാത്തത്? കല്യാണത്തിന് പോയി അവിടെ ഒരുപാട് ആൾക്കാർ പലരും ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ നിങ്ങളുടെ നേരെ വരുന്നു എന്നുള്ളത്, പക്ഷെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എങ്ങോട്ട് നോക്കും? പിന്നെ അവർ പ്രതീക്ഷിക്കുമോ? നിങ്ങൾ കണ്ണടയ്ക്കുമോ അവരെ നേരെ? മീൻസ് അവരെ ശ്രദ്ധിക്കാതിരിക്കുമോ? മനസ്സിലായില്ല. കല്യാണത്തിന് പോയി ഇരിക്കുന്ന നിങ്ങൾ, അവിടെ നിൽക്കുന്ന ഒരാള് നിങ്ങളെ നേരെ ഒരു സുഹൃത്ത് വരുന്നു നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ കണ്ണു ഇവരെൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല. അവർ വേറെ എവിടേക്കോ ശ്രദ്ധ വെച്ച് പോയി. പിന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യോ? അവരെ കാത്തിരിക്കുമോ? ഇതുപോലെയാണ് ഭഗവാൻ നോക്കുമ്പോൾ നമ്മൾ ഭഗവാനെ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത് ഭഗവാനെയല്ല, നമുക്ക് വേണ്ടത്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമുക്ക് വേണ്ടത് എന്താണ്? ലൗകികങ്ങളായ കാര്യങ്ങൾ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യണം? എൻ്റെ നേരെയല്ല വരുന്നത്, എന്നെയല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യണോ? കണ്ണടയ്ക്കണം. ഇനി നിങ്ങൾ സ്വയം ചോദിക്കും, നിങ്ങളുടെ നേരെ കണ്ണ് തുറന്നിട്ടാണോ കണ്ണടച്ചിട്ടാണോ ഭഗവാൻ നമ്മുടെ നേരെ കണ്ണ് തുറന്നിട്ടാണോ കണ്ണടച്ചിട്ടാണോ? ഏതാണ്? കണ്ണ് തുറന്നിട്ടാണോ? എങ്കിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് കണ്ണ് തുറന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഭഗവാൻ തൊഴുതു പോകുന്നവരുടെ നേരെയൊന്നും കണ്ണ് അങ്ങനെ എളുപ്പത്തിലൊന്നും തുറക്കില്ല. കാരണം അവർക്ക് ലൗകികമേ വേണ്ടൂ. അവർ ഭഗവാനെ മൈൻഡ് ചെയ്യാനല്ല, ഭഗവാനിൽ നിന്ന് വല്ലതും കിട്ടുന്നത് മൈൻഡ് ചെയ്യാൻ പോവാണ്. ഭഗവാനിൽ നിന്ന് വല്ലതും ചോദിക്കുന്നതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ ചോദിക്കുക എന്നെ വേണമെന്ന്. അത് വേണ്ടാന്ന്. ദുര്യോധനും അർജുനനും കൃഷ്ണനെ കാണാൻ പോയി യുദ്ധ സഹായത്തിന് വേണ്ടിയിട്ട്. യുദ്ധം ആസന്നമായ സമയത്ത് ഭഗവാൻ 2 ചോയ്സാണ് കൊടുത്തത്. 2 പേരോട്.
ആയുധമെടുക്കാത്ത എന്നെ വേണോ, എൻ്റെ സൈന്യം വേണോ, എൻ്റെ യാദവ സൈന്യം വേണോ? ദുര്യോധൻ പറഞ്ഞു, നിന്നെ കിട്ടിയിട്ട് എന്ത് കാര്യം? പശുവിനെ കറക്കാനേ അറിയുള്ളൂ നിനക്ക്. ഓടക്കൊള്ളു വിളിക്കാനും പശുവിനെ കൊണ്ട് നടക്കാനും. എനിക്ക് കൃഷ്ണ നിന്നെ വേണ്ട, എനിക്ക് ആരെ മതി? സൈന്യത്തെ വേണം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, കൃഷ്ണനെ അല്ലാതെ എനിക്ക് വേറെന്താ വേണ്ടത്? എനിക്ക് അങ്ങേ മാത്രമേ വേണ്ടൂ. അർജുനന്റെ നേരെ കണ്ണു തുറന്നു, ദുര്യോധന്റെ നേരെ കണ്ണടച്ചു. മനസ്സിലാവുണ്ടോ? നിക്ക്, മനസ്സിലാവുണ്ടോ? ഈ ഭക്തി ഉണ്ടാവൽ എളുപ്പാണോ? 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 അല്ല, ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ കേൾക്കുന്നത്.